കരയില്ലേ കണ്ണാ? അമ്മ ഇപ്പൊ പൊട്ട് വിട്ട് തരാം കേട്ടോ. ആ, നല്ല പൊട്ട് വിട്ട് തരാം. മൈ എഴുതി തരാം, പിരി എഴുതി തരാം. അനങ്ങല്ലേ? അനങ്ങരുത് കേട്ടോ, അനങ്ങരുത് കേട്ടോ. ആ യോ പൗഡർ ഇട്ട് തരാം, കരയില്ലേ? ഇല്ല കേട്ടോ. നിക്ക് നിക്ക് നിക്കേ. അയ്യോ, ആരുടെയും കണ്ണു നാക്ക എന്റെ കണ്ണിന് കൊള്ളല്ലേ. ഇപ്പൊ കുറച്ചുകൂടി പൗഡർ ഇട്ട് തരാം. കണ്ണടിച്ചു ഉറങ്ങിക്കോ, അമ്മ പാട്ട് പാടിത്തരാം കേട്ടോ. ബാബു ബാബു. അയ്യോ അയ്യോ, ഇല്ല കേട്ടോ. ഉറങ്ങിക്കോ ഉറങ്ങിക്കോ. നല്ല ഭംഗിയായിരിക്കണം കേട്ടോ. ചേച്ചിയമ്മ ഒന്ന് താഴെ കാത്തിരിക്കുന്നു. ഇരിക്കണ്ട, പൊക്കോളാൻ പറ. ആ ഇത് കണ്ടില്ലേ, ഞാൻ ഇപ്പൊ എല്ലാം മറിച്ചു കൊടുത്താണ്, എല്ലാം പാഴാക്കി കളഞ്ഞു. നീ ആരാണ് നീ? ഇരിക്കാനാ പറഞ്ഞത്. ആ എന്നെ വിളിക്കാം. കൊണ്ടുപോവോ ഇനി? കാപ്പി കൊണ്ടുവരട്ടെ. ഇനി ഞാൻ പൊക്കോട്ടെ. ചേച്ചി വന്നിട്ട് വളരെ നേരമായോ? ഇങ്ങനെ ചുട്ടി കുത്തി നടക്കാൻ പ്രകാശന് നാണമില്ലേ? എന്താ ചേച്ചി ചേട്ടൻ വരാതിരുന്നത്? കുഞ്ഞുങ്ങളെ കൂടി കൊണ്ടുവരാമായിരുന്നില്ലേ? ഇനിയിപ്പോ കുട്ടികളെ കൊണ്ടുവരാത്ത കുഴപ്പമേ ഉള്ളൂ. അവരോട് വന്നാൽ അവരെന്നെ അവരോട് എങ്ങനെയാ പെരുമാറുന്നതെന്ന് ദൈവത്തിന് മാത്രമല്ലേ അറിയൂ. വിധി എന്നല്ലാതെ എന്തു പറയാനാ? വിധിയെ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. മനുഷ്യൻ വിചാരിച്ചാൽ മാറ്റാൻ കഴിയാത്ത വിധിയുണ്ടോ? ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എത്ര തവണ പറഞ്ഞു വേറൊരു വിവാഹം കഴിക്കാൻ? അപർണയുടെ മുമ്പിൽ ഞാൻ വേറൊരു സ്ത്രീയോടൊപ്പം ജീവിക്കാൻ ചേച്ചിക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു? ഞാൻ ഓർക്കുന്നത് നിന്നെ പറ്റിയാണ്, ഇനിയുള്ള നിന്റെ ജീവിതത്തെ പറ്റി. ഈ കുടുംബം നിലനിൽക്കണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. ചേച്ചി പറയുന്നത് എനിക്ക് മറ്റൊരുത്തിൽ ജനിക്കുന്ന കുഞ്ഞിലൂടെ ഈ കുടുംബം നിലനിൽക്കണമെന്ന് അല്ലേ? അതെ. അങ്ങനെ കുടുംബം നിലനിർത്താൻ എനിക്ക് ആഗ്രഹമില്ല. ഈ തറവാട് നിലനിന്നാലേ എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും ഇവിടെ കയറി വരാൻ കഴിയൂ. ഞാൻ നിസ്സഹായനാണ് ചേച്ചി. എന്റെ കുഞ്ഞിന്റെ മരണമുണ്ടാക്കിയ ഷോക്കാണ് അവളെ ഈ നിലയിലെത്തിച്ചത്. കണ്ണിന് ഓർമ്മ വരുമ്പോ കാണുന്നതെല്ലാം അവൾക്ക് അവനാണെന്ന് തോന്നുന്നു. കുഞ്ഞിനെ പോലെ അവൾ താലോലിക്കും. അതിനെല്ലാം നിന്നുകൊടുത്ത് സ്വന്തം ജീവിതം നശിപ്പിക്കരുത്. ചേച്ചി ഒരു സ്ത്രീയല്ലേ? ചേച്ചിക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു? അവൾക്ക് സുബോധം വരുമ്പോ അവളുടെ അരികിൽ ഞാനില്ലെങ്കിൽ അവളുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന് ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കൂ. എനിക്കതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഈ ഭ്രാന്തി അവളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയിട്ട് ഈ വേറൊരു വിവാഹം കഴിക്കാൻ തയ്യാറാണോ? ചേച്ചി അവനെ എങ്ങനെ വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. അവൾ കാട്ടുന്ന കോപ്രായങ്ങൾ കണ്ടാൽ പിന്നെ എന്തോന്നാ വിളിക്കുക? പറയുന്നതനുസരിക്കാൻ തയ്യാറില്ലെങ്കിൽ ഇങ്ങനെ ഒരു സഹോദരി ഉണ്ടെന്ന് നീ വിചാരിക്കണ്ട. കണ്ണാ കണ്ണാ വാ കണ്ണാ വാ കണ്ണാ. കണ്ണന് കാപ്പി കുടിക്കണ്ടേ? അമ്മയ്ക്ക് വിശക്കുന്നു. ആ എനിക്കും വിശക്കുന്നു. വാ കാപ്പി കുടി. ആ വാ നമുക്ക് കഴിക്കാം. അയ്യോ അങ്ങനൊന്നും വേണ്ട. പിന്നെ അല്ലാതെ ഞാൻ പറയുന്നത് കേൾക്ക്. നമുക്ക് ആരും അറിയാതെ കാര്യം സാധിക്കാം. എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞതല്ലേ? എന്റെ ചേച്ചി അറിഞ്ഞ എന്നെ കൊല്ലും. കൊല്ലാതിരിക്കാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു മരുന്ന് കൊണ്ടുവരാം. എനിക്ക് മരുന്ന് മണ്ണാങ്കട്ടി ഒന്നും വേണ്ട. എന്നെ അങ്ങ് വിളിച്ചോണ്ട് പോ. നിന്നെ കൊണ്ട് വീട്ടിലേക്ക് ചെന്നാലേ ചേട്ടൻ രണ്ടിനെയും കൊല്ലു. അതുകൊണ്ട് ഞാൻ പറയുന്നു കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് എന്താണ് ഒരു കുറവ്? നിന്റെ ചേച്ചിയുടെ വിശേഷം അറിയാത്തവരായി ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരുത്തിയുടെ അനുജത്തിയെ രഹസ്യമായിട്ട് വെച്ചോണ്ടിരിക്കാം അല്ലേ? ജനാർദ്ദനോ, മരുന്നിനും മന്ത്രവാദത്തിനും ഒന്നും പോണ്ട. വേറൊരു വഴിയുണ്ട്. വലിയ ചെലവൊന്നുമില്ല. കാര്യം വളരെ നിസ്സാരം. അതായത് ഈസി. കുട്ടപ്പോ എന്തോ അതിങ്ങ് കൊണ്ടുപോടാ. ദാ പിടിച്ചോ. പെങ്ങളെ, പണ്ട് പറഞ്ഞ കാര്യം മറന്നിട്ടില്ലല്ലോ. ഇപ്പോഴെന്തായി? എന്തായാലും നീ പേടിക്കണ്ട പെണ്ണേ. അയ്യോ, നിങ്ങൾ എന്ത് ഭാവിച്ച? കൊല്ലാനും തിന്നാനും ഒന്നുമല്ല. ദേ മാല പിടിക്കും. ആ മേടിക്കാൻ വീട്ടിലെന്റെ ചേട്ടനെങ്ങാനും പറഞ്ഞാൽ
അപ്പൊ ഈ വരവിനും പോക്കിനും ഒക്കെ തന്റെ ചേട്ടന്റെ അനുവാദം ഉണ്ടായിരുന്നു? സാരമില്ലടോ, പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഇത്തരം ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. ആ വെടി മേടിച്ചോ, ഇങ്ങോട്ട് നീങ്ങി വെടി. ചെല് ചെല്. ജനാർദ്ദനോ മോനെ, ഈ മാല അങ്ങ് പിടിക്കേ. എന്തായാലും കല്യാണം കഴിപ്പിക്കാതെ നിന്നെ ഞങ്ങൾ വിടുകയല്ല. അയ്യോ, ലവളുടെ ഒരു ജ്ഞാനം. ആ ഇട കുട്ടപ്പ, 2 കൊരവ. ആ ഒരു പൈസ ചെലവില്ലാതെ കാര്യം ഉഷാറായേ. ഇനി ആരെയും പേടിക്കണം, ലൈസൻസ് ഉണ്ടല്ലോ. ഇനി അവരായി അവരുടെ പാടായി നമുക്ക് വാ. കുട്ടപ്പ, നമുക്കൊരു പരിപാടി നടത്തിക്കളയാം. നീ മിടുക്കി, ബുദ്ധിമതി. നിന്റെ മകളെ കൊണ്ട് എന്റെ മകനെ വശീകരിപ്പിച്ചാൽ 2 കാര്യം സാധിക്കാമെന്നല്ലേ നീ കരുതിയത്? മൂത്ത മകൾക്ക് രക്ഷപ്പെടാനൊരു വഴി തെറ്റിക്കും ഞാൻ. അവനെ അവൾക്ക് കിട്ടിയില്ല. എനിക്ക് അങ്ങനെ യാതൊരു വിചാരവും ഇല്ലായിരുന്നു. ആ ബന്ധം വേണ്ടെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ടിപ്പോ എന്തുണ്ടായി? നിന്റെ മകളവിടെ, എന്റെ മകനവിടെ? എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ജീവിതോടെ കാണണമെങ്കിൽ മര്യാദയ്ക്ക് അവളെ കൊണ്ടുവാ. ഇല്ലെങ്കിൽ അവരുടെ ശവം പോലും ഞാൻ കാണിക്കില്ല. ഞാൻ എവിടെ പോയി അന്വേഷിക്കാന്? പോയ സ്ഥലം നിനക്ക് അറിഞ്ഞുകൂടല്ലേ? തിരുവനന്തപുരത്തേക്കാണ് അവർ പോയെന്ന് എനിക്കറിയാം. അവിടെ നിന്റെ ഒരു ബന്ധുണ്ടല്ലോ. നിന്റെ സഹായത്തോടെ മാത്രമേ അവർക്ക് ഓടിപ്പോകാൻ കഴിയൂ. ആ പ്രേമയുടെ അകത്തുണ്ട്. വിളിക്കും. എനിക്ക് അവളെ കൊണ്ട് ചില ആവശ്യങ്ങളുണ്ട്. മോളെ, എന്താമ്മേ? നീ ഉടനെ എന്റെ കൂടെ വരണം. ഞാൻ വരില്ല. ധിക്കാരം പറയുന്നു. എന്താണെന്ന് വെച്ചാ അവളോട് ഇവിടെ വെച്ച് പറഞ്ഞുകൂടെ? എന്നെ അനുസരിക്കാൻ ഭാവമുണ്ടോന്ന്? എനിക്ക് സാധിക്കില്ല മോളെ. പ്രൊഫസർ നരേന്ദ്രനെ കൊന്നതാരാണെന്ന് അറിയാമോ? അല്ല, എന്റെ അമ്മയല്ല. നിങ്ങൾ കള്ളം പറയുകയാണ്. ഞങ്ങളെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കണ്ട. ഇതിനേക്കാൾ വലിയ തെളിവ് വേണം. ഈ ഫോട്ടോ പുറത്തു വന്നാൽ നിന്റെ അമ്മ ജയിലിൽ, നീ അനാഥ. സാർ, എന്താ ജോഷി? ഫാക്ടറിയിൽ പോലീസ് എത്തിയിട്ടുണ്ട്. നമ്മുടെ പാൽപ്പൊടിയിൽ എന്തോ കുഴപ്പമുണ്ടത്രേ. കുറെ കുട്ടികളെ ആശുപത്രിയിലാക്കിയിട്ടുണ്ട്. ശരി, നീ പോയിക്കോ, ഞാൻ എത്തിപ്പോയി. അവരെ കണ്ടുപിടിച്ച് എന്റെ മകനെ എനിക്ക് തിരിച്ചേൽപ്പിച്ചില്ലെങ്കിൽ എല്ലാ കണക്കുകൂട്ടലുകളും ഞാൻ തെറ്റിക്കും. എന്തൊക്കെയാണമ്മ ഇത്? ഞാൻ പറയുന്നതൊന്ന് കേൾക്കുമോളെ. അമ്മ കൊലപാതകയല്ല. അദ്ദേഹത്തിന് നിലവിളി കേട്ട് ഓടിച്ചെന്നപ്പോ നെഞ്ചിൽ കത്തിയോടെ കടന്ന് പെടയുന്നതാണ് അമ്മ കണ്ടത്. ഇതാണ് മോളെ നടന്നത്. നമ്മുടെ അച്ഛനെ കൊലപ്പെടുത്തി നമ്മുടെ കുടുംബം നശിപ്പിച്ച ആ ദ്രോഹി എന്തിനും മടിക്കാത്തവനാണ്. അവന്റെ മകനെയും വിശ്വസിച്ചുകൂടാ. രജനി അവൻ വഞ്ചിക്കും, തീർച്ച. ഞാൻ എന്ത് വേണം മോളെ? രജനി എങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കണം. ഞാൻ പോകാം മോളെ. തിരുവനന്തപുരത്ത് നമ്മുടെ ചന്ദ്രനുണ്ടല്ലോ, അവന്റെ സഹായത്തോടെ അവളെ നമുക്ക് കണ്ടുപിടിക്കാം. നിന്നെ അവന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്താൽ അമ്മയ്ക്ക് സമാധാനമായി.